പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. ആദായ നികുതി വകുപ്പ് റെയ്ഡിനിടെ ജീവനൊടുക്കിയ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. റോയി വെടിവെച്ചത് നെഞ്ചിന്റെ ഇടതുവശത്താണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. 5ാം വാരിയലിലൂടെ വെടിയുണ്ട ഹൃദയത്തിലേക്ക് തുളച്ചു കയറിയെന്ന് റിപ്പോർട്ടിലുണ്ട്. ഇന്നലെയാണ് റെയ്ഡിനിടെ റോയി ജീവനൊടുക്കിയത്. റോയിയുടെ സംസ്കാരം നാളെ ബംഗളൂരുവിൽ നടക്കും. പോസ്റ്റ്മോർട്ടം പൂർത്തിയായതോടെ മൃതദേഹം നാളെ ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ബന്നാർഘട്ടയിലെ റോയിയുടെ ഉടമസ്ഥതയിലുള്ള നേച്ചർ കോൺഫിഡന്റ് കാസ്കേഡിൽ നാളെ വൈകിട്ട് 4 സംസ്കാര ചടങ്ങുകൾ നടക്കുക. മന്ത്രി വി ശിവൻകുട്ടിയുടെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ടു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ അകമ്പടി വാഹനം അപകടത്തിൽപ്പെട്ടു. അടൂർ നെല്ലുമുകിൽ വെച്ചാണ് വാഹനം അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിലുണ്ടായിരുന്ന അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി രാജീവ്, മന്ത്രിയുടെ സഹായികൾ തുടങ്ങിയവർക്ക് പരിക്കേറ്റു. ഇവരെ ഉടൻ തന്നെ അടൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുഡ്സ് ഓട്ടോ അകമ്പടി വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട വാഹനം മറ്റൊരു കാറിൽ ഇടിക്കുകയും ചെയ്തു. അപകടത്തിൽപ്പെട്ട മറ്റു വാഹനങ്ങളിലുള്ളവർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇവരുടെ പരിക്ക് നിസ്സാരമാണ്. ചാലക്കുടിയിൽ വീണ്ടും പുലിയെന്ന ആശങ്ക. പുലിയുടേതെന്ന് സംശയിക്കുന്ന CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. കോടശ്ശേരി പഞ്ചായത്തിലെ 17ാം വാർഡായ ഇലഞ്ഞിപ്ര കള്ളുഷാപ്പ് റോഡിലാണ് പുലിയുടേതെന്ന് സാദൃശ്യമുള്ള ജീവിയെ കണ്ടത്. ഇന്നലെ രാത്രി 10ഓടെ ഓട്ടോറിക്ഷയിൽ വന്ന സ്റ്റീഫൻ എന്ന പ്രദേശവാസിയാണ് ജീവിയെ കണ്ടത്. തെരുവുനായെ ഓടിച്ചെത്തിയ ജീവി സമീപത്തെ വെള്ളാനി തോമസിന്റെ മതിൽ ചാടി കയറിയതായി പറയുന്നു. തുടർന്ന് വീട്ടിലെ CCTV ക്യാമറ പരിശോധിച്ചപ്പോൾ പുലിയുടേതിന് സമാനമായ ജീവിയുടെ ദൃശ്യം പതിഞ്ഞിട്ടുണ്ട്. 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. കോഴിക്കോട് നന്മണ്ട ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ കാണാതായി. ഇന്നലെ വൈകിട്ടാണ് കുട്ടിയെ കാണാതായത്. വൈകിട്ട് 4 മണിയോടെ കുട്ടി കോഴിക്കോട്ടേക്ക് ബസ് കയറി പോവുകയായിരുന്നു. ബന്ധുക്കളും സ്കൂൾ അധികൃതരും പോലീസിൽ പരാതി നൽകി. 9ാം ക്ലാസ് വിദ്യാർത്ഥികളും 10ാം ക്ലാസ് വിദ്യാർത്ഥികളും തമ്മിൽ കഴിഞ്ഞ ദിവസം സ്കൂളിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മിഥുന്റെ കുടുംബത്തിന് താക്കോൽ കൈമാറി മന്ത്രി വി ശിവൻകുട്ടി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ വൈദ്യുതാഘാതമേറ്റ് മരിച്ച മിഥുന്റെ കുടുംബത്തിന് സ്നേഹഭവനം ഒരുങ്ങി. സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽദാനം വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നിർവഹിച്ചു. പണം പിരിച്ച ശേഷം വീട് വെച്ച് നൽകാത്തവരുള്ള കാലത്താണ് നിശ്ചയിച്ച സമയത്തിന് മുമ്പേ സ്നേഹഭവനം യാഥാർത്ഥ്യമാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ വർഷം ജൂലൈ 17 തേവലക്കര ബോയ്സ് ഹൈസ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയായ മിഥുൻ KSEB ലൈനിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ചത്. മിഥുന്റെ മാതാപിതാക്കളിൽ ഒരാൾക്ക് തേവലക്കര സ്കൂളിൽ ജോലി നൽകണമെന്ന് മാനേജ്മെന്റ് അംഗങ്ങളോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഈ ആശ്വാസങ്ങൾക്ക് നടുവിലും മിഥുന്റെ വേർപാടിന്റെ നോവ് ഉണങ്ങാത്ത മുറിവായി പുതിയ വീട്ടിൽ തളം കെട്ടി നിൽപ്പുണ്ട്.